ഹലോ. അപ്പോൾ നമ്മുടെ മലയാളീസ് എവിടെ പോവുകയാണെങ്കിലും ലോകത്ത് എവിടെ പോവുകയാണെങ്കിലും ആദ്യം ചിന്തിക്കുന്നത് എന്താ, നമുക്ക് വായിക്ക് രുചിയായിട്ട് വല്ല കിട്ടുന്ന സ്ഥലങ്ങളെങ്ങാണ് ഇവിടെ ഉണ്ടോ എന്നല്ലേ. നമ്മൾ മെയിൻലി ചോറ് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ ഈ നോർത്ത് ഇന്ത്യയിൽ എൻ്റെ 18 വർഷത്തെ ഒരു എന്താ പറയുക പരിചയം വെച്ചിട്ട് ഇവിടെ നോർത്ത് ഇന്ത്യയിലോട്ട് വരുമ്പോൾ നമ്മുടെ മലയാളീസിന് സേഫായിട്ട് കഴിക്കാൻ പറ്റുന്ന കുറച്ച് ഫുഡിൻ്റെ കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അതിനകത്ത് നമ്മുടെ നോർമൽ ഫുഡും ബേക്കറിയും ഡയറി പ്രോഡക്ട്സും എന്തുവാ, അപ്പോൾ ഏതാണ് നമുക്ക് സേഫായിട്ട് കഴിക്കാൻ പറ്റുന്നത്, നമുക്കിഷ്ടമുള്ള രുചി കിട്ടുന്ന കുറച്ച് ഫുഡ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ട് വരുന്നവരോ അല്ലെങ്കിൽ ഫുഡിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാതെ വരുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇതൊരു ഹെൽപ്ഫുൾ ആവട്ടെ എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് കേട്ടോ. അപ്പോൾ നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ മെയിൻ ആഹാരമായ റൊട്ടിയിൽ തുടങ്ങുകയാണ്. ഇത് തന്തൂരി റൊട്ടിയാട്ടോ. അപ്പോൾ ഇവിടെ വരുന്നവർ മാക്സിമം ഈ തന്തൂരി റൊട്ടി അത് പല രീതിയിൽ, ഞാൻ ഉദ്ദേശിച്ചത് ഓരോ റെസ്റ്റോറൻറ്റിൻ്റെ സ്റ്റൈലിലും അവർ കൊണ്ടുവന്ന് വെക്കും. അതായിരിക്കും ഏറ്റവും സേഫ്. രണ്ടാമത്തത് കറിയുടെ കാര്യം പറയുവാണെങ്കിൽ പനീർ ഐറ്റംസ് സേഫ് ആയിരിക്കും കേട്ടോ. പനീർ ഇഷ്ടമുള്ളവർക്ക് വാങ്ങാം. അതുപോലെ തന്നെ മഷ്റൂം ഇവിടെ നല്ലതായിട്ട് മൂവ് ചെയ്യുന്നൊരു സംഭവമാണ്. അത് ഓൾമോസ്റ്റ് ഒരു ചൈനീസ് രീതിയിലാണെങ്കിലും ചൈനീസ് ടേസ്റ്റ് ഒന്നുമല്ല, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അത് ഡ്രൈ ആയിട്ടായാലും ഗ്രേവി ആയിട്ടായാലും നമുക്ക് വാങ്ങാൻ പറ്റും. പനീറിന് ഞാൻ പറഞ്ഞല്ലോ, കടായി പനീറും മട്ടർ പനീറും ഇത് രണ്ടുമായിരിക്കും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ്. ഇവിടെ അധികം സ്പൈസി ഒന്നും ആവില്ല കേട്ടോ. നമ്മുടെ ഇവിടെ ഫുഡുകൾ മസാലയും വേറൊരു ടേസ്റ്റാണ്. അതിവിടെ വന്ന് കഴിച്ചവർക്കൊക്കെ നന്നായിട്ട് മനസ്സിലാവുമല്ലോ. പിന്നെ അച്ചാർ അത് അവരുടെ മെയിൻ ആയിരിക്കും. മുളകച്ചാറോ മിക്സഡ് അച്ചാറൊക്കെ കാണും. പിന്നെ കാണുന്നത് സാലഡാണ്. അത് ചിലർ ഫ്രീ ആയിട്ട് തരും, ചിലർ നമ്മൾ എക്സ്ട്രാ പറയണം ഗ്രീൻ സാലഡ്. അത് അത്ര സേഫ് അല്ല. ഉള്ളിയും വെള്ളരിക്കയൊക്കെ പച്ചയ്ക്ക് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ സേഫായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവം ലസ്സിയാട്ടോ. ഇവിടെ നല്ല പാലിൽ നല്ല ലസ്സി തന്നെ, ഒരു മായവും ഇല്ലാതെ നമുക്ക് വിശ്വസിച്ച് വാങ്ങിച്ച് കഴിക്കാം. സ്വീറ്റോ സോൾട്ടോ എങ്ങനെ വേണമെങ്കിലും. നല്ല ഡെക്കറേറ്റീവ് ടൈപ്പിൽ തന്നെ ആയിരിക്കും അവർ കൊണ്ടുവെക്കുന്നത്. ചില സ്ഥലത്ത് നമ്മൾ റൊട്ടി, തന്തൂരി റൊട്ടിയോ തന്തൂരി കുൾച്ച ടൈപ്പൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഇതുപോലെ ബട്ടർ കൊണ്ടുവെക്കും, വെണ്ണാട്ടോ അവർ തന്നെ കടഞ്ഞെടുത്ത്. പിന്നെ മിക്ക റെസ്റ്റോറൻറ്റ്സിൽ ഇതുപോലെ മിന്റും മല്ലിയിലയും തൈരും കൂടെ ഇച്ചിരി കാലാനമക്ക് എന്ന് പറയും ഇവിടെ, ഇന്ദുപ്പൊക്കെ ഇട്ട് അരച്ച ഒരു ചട്നി പോലെ കാണും. പിന്നെ റെഡ് ചട്നി ചില സ്ഥലങ്ങളിൽ കിട്ടും. പിന്നെ ഈ രീതിയിലും ഉള്ളി നമ്മുടെ നാട്ടിലൊക്കെ കിട്ടാറുണ്ടല്ലോ, ചുമന്ന രീതിയിൽ. എനിക്കൊന്നും വിനിഗറിലോ അങ്ങാണ്ട് ഇട്ട രീതിയിലുള്ള ഉള്ളിയും കിട്ടാറുണ്ട്. പിന്നെ അച്ചാറൂപ്പി എല്ലാ സ്ഥലങ്ങളിലും കാണും. ലസ്സിയും എല്ലാ സ്ഥലങ്ങളും കിട്ടും. കസൂരി മെത്തിയൊക്കെ മുകളിലിട്ട് ഭംഗിയായിട്ടുള്ള തന്തൂരി റൊട്ടി കിട്ടും പല രീതിയിൽ റെസ്റ്റോറൻറ്റ് അനുസരിച്ച്. പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് പച്ചലയൊക്കെ അരച്ചൊരു സാഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ തണുപ്പ് സമയത്ത് കിട്ടുന്നതാ. നമ്മൾ ചൂട് വരുവാണെങ്കിൽ പാലൊക്കെ ഇങ്ങനെ അരച്ചിട്ട് പനീറൊക്കെ ഇട്ട് കിട്ടും. പിന്നെ ദാല്. അപ്പൊ ഞാനൊരു സിമ്പിൾ ഒരു താലി പോലെ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നമുക്ക് ബട്ടറോ നെയ്യോ വേണമെങ്കിൽ അവരത് തേച്ച് തരും. ഇതിപ്പോൾ ജസ്റ്റ് അവർ മല്ലിയിലയോ എന്തൊക്കെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തൊരു റൊട്ടിയാണ്, തന്തൂർ റൊട്ടിയാണ്. പിന്നെ ഇതുപോലെ തന്നെ പച്ചലയൊക്കെ അരച്ചത്, ഇത് വിന്റർ സംഭവമാണ്. അല്ലെങ്കിൽ നമുക്ക് ചൂടത്ത് ഞാൻ പറഞ്ഞല്ലോ പാലക്ക് അരച്ചതിനകത്ത് പനീറൊക്കെ ഇട്ട് കിട്ടും. പിന്നെ ദാല്, അച്ചാറ്, ആ റെഡ് ചട്നി ഞാൻ ആദ്യം കാണിച്ചത്, ഒരു മിന്റ് ചട്നി, മിന്റ് മല്ലിയിലയും പിന്നെ നമ്മുടെ ചുമന്ന എന്താ പറയുക സവാളയും. അപ്പോൾ അത് ഈ സംഭവം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇത് സാഗെന്നാണ്. നമ്മൾ തണുപ്പ് സമയത്തൊക്കെ വരുമ്പം മസ്റ്റായിട്ട് നമ്മളൊന്ന് ട്രൈ ചെയ്യേണ്ട സംഭവമായത്. കാരണം നമ്മുടെ ശരീരത്തിന് ചൂട് കിട്ടുന്നത്, അല്ലാതെ ഇത് കിട്ടത്തില്ല. അല്ലെങ്കിൽ പാലൊക്കെ അരച്ച് പനീർ ഇട്ടതായിരിക്കും കിട്ടുന്നത്. പിന്നെ അച്ചാറുകൾ ഞാൻ പറഞ്ഞല്ലോ ഈ രീതിയിൽ ഉള്ളിയും മിക്ക സ്ഥലത്തിലും കാണും. പിന്നെ പച്ച ഉള്ളിയാണെങ്കിലും പച്ച സവാളയും ക്യാരറ്റോ ബീട്രൂട്ടോ റാഡിഷോ ഒക്കെ കാണും സീസണലായിട്ട്. അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതൊരു സിമ്പിൾ ഹോം മെയ്ഡ് ആട്ടോ. ഇതിനകത്ത് സാധാരണ തവാ റൊട്ടി ആയിരിക്കും. വീടുകളിൽ സേഫ് ആണല്ലോ തവാ റൊട്ടി എന്ന് പറയുന്നത്. ഇവിടെ ഇതിന് ഫുൽക്കെ എന്നാണ് പറയുന്നത്. പിന്നെ റൈസ് ഇവർ ജീരകോ ഗ്രാമ്പോ ഒക്കെ ഇട്ട് പൊട്ടിച്ചൊന്ന് ഫ്ലേവേർഡ് ആക്കും, ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട്. അവരുടെ സബ്ജി അതായത് വെജിറ്റബിൾസ് എന്തെങ്കിലും ഡ്രൈ ആയിട്ടുള്ളതും കാണും. ഇതിപ്പോൾ ഞാൻ ഗ്രേവിയാണ് കാണിച്ചേക്കുന്നത്. പിന്നെ ദാൽ ഇവർക്ക് മസ്റ്റാണ്. സ്വീറ്റ് ആയിട്ട് സൂചി ഹൽവ അല്ലെ റവ ഹൽവ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. പിന്നെ തൈര് അല്ലെങ്കിൽ ബൂന്തിയൊക്കെ റൈത്ത പോലൊക്കെ ഇട്ടിട്ട് ഇവരിങ്ങനെയാണ് കഴിക്കുന്നത്. ഇത് ഹെൽത്തി തന്നെയാണ് കേട്ടോ. പിന്നെ സ്നാക്സിന്റെ ഒരു സെക്ഷനിലോട്ട് വരുവാണെങ്കിൽ മോമോസ്, അതിവിടെ നല്ല രീതിയിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. നല്ല എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിന്റെ കൂടെ നല്ല എരിവിലൊരു ചട്നി കിട്ടും. അത് നല്ല എരിവാട്ടോ, നല്ല സ്പൈസിയാണ്. ഈ എരിവ് കഴിക്കാത്ത ഇവർ ഇതെങ്ങനെ കഴിക്കും എന്ന് ഞാൻ ആലോചിക്കും. അത്ര സ്പൈസി ആയിട്ടുള്ളൊരു സംഭവമാണ് അത്. പിന്നെ നോൺ വെജ് കഴിക്കുന്നവർക്ക് ചിക്കൻ ആണിത് കേട്ടോ. ബോൺലെസ് ആയിട്ട് അവർ ചൈനീസ് സ്റ്റൈലിൽ നമ്മൾ മഷ്റൂം കാണിച്ച രീതിയിലൊക്കെ ഇങ്ങനെ ചെയ്തു തരാം. നല്ല ടേസ്റ്റാണ്, നമുക്കത് വാങ്ങിച്ച് കഴിക്കാം. കറിയായിട്ട് നമ്മൾ പനീർ ഐറ്റംസ് പറഞ്ഞ പോലെ തന്നെ കടായി ചിക്കൻ ഉണ്ട്. ഇപ്പൊ ഞാൻ കാണിക്കുന്ന ലബാബ്ദാർ ആട്ടോ, ചിക്കൻ ലബാബ്ദാർ. ഇത് നല്ലൊരു ഗ്രേവിയാണ്. ഇതിന് വലിയ എരിവ് കാണത്തില്ലെങ്കിലും കാഷ്യൂസ് ഒക്കെ അരച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടും. പിന്നെ അല്ല ഷാഹി എന്നൊക്കെ പറയാം, അത് അത്ര സുഖം കാണത്തില്ല കേട്ടോ, ഒട്ടും എരിവ് കാണത്തില്ല. പിന്നെ തന്തൂരി ചിക്കൻ ഉണ്ട്. തന്തൂരി ചിക്കൻ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ മട്ടന്റെ ചില റെസ്റ്റോറൻറ്റ്സിലൊക്കെ മട്ടൻ കിട്ടും. മട്ടൻ ഇഷ്ടമുള്ളവർക്ക് വാങ്ങിച്ച് കഴിക്കാം, വലിയ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ചെമ്മരിയാടിന്റെ ആയിരിക്കും കൂടുതലൊരു കുത്തു കൂടുതലായിരിക്കും മട്ടന്റെ കറി. തന്തൂരി റൊട്ടിയോ തന്തൂരി കുൾച്ച, തന്തൂരി നാൻ ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങിച്ചു കഴിക്കാം കേട്ടോ, അത് നമുക്ക് ഇഷ്ടപ്പെടും.
പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ വേണമെങ്കിൽ പാസ്ത വാങ്ങിച്ചു കൊടുക്കാം. വൈറ്റ് പാസ്തയും കാണും, അത് നോൺ വെജോ വെജ്, നോൺ വെജ് ഉള്ള റെസ്റ്റോറൻറ്റിൽ അത് കിട്ടും. അതല്ലാന്നെങ്കിൽ റെഡ് പാസ്ത അതും വാങ്ങിച്ചു കൊടുക്കാം, വലിയ കുഴപ്പം കാണത്തില്ല. പിന്നെ നമ്മുടെ കോളിഫ്ലവർ സീസൺ ആകുമ്പോൾ കോളിഫ്ലവർ ഇതുപോലെ ഡ്രൈ ആയിട്ട് കിട്ടും, അത് നല്ലൊരു ഓപ്ഷനാണ്, വാങ്ങിച്ച് കഴിക്കാം. പിന്നെ അച്ചാറും ഈ സംഭവങ്ങളൊക്കെ എപ്പോഴും കിട്ടും. പിന്നെ മെയിനായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് രാജ്മ ചാവലാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ചോറ് അധികം നമ്മുടെ നാട്ടിൽ അത്രയും അങ്ങോട്ട് വേവിക്കില്ല, അവർ ജസ്റ്റ് വെള്ളത്തിൽ ഇട്ട് എടുക്കുന്ന രീതിയിലായിരിക്കും. അപ്പോൾ രാജ്മ ചാവലിൻ്റെ കൂടെ നമ്മൾ അങ്ങനെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഇതേ ഒരു ഫ്രൈഡ് പപ്പടവും കുറച്ച് തൈരിനകത്ത് എന്തെങ്കിലും ഒരു ജീരകമോ കാലാനമൊക്കെ ഇട്ടൊരു സംഭവം ഒക്കെ ആയിട്ട് പിന്നെ അച്ചാറും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടും. അത് ഇഷ്ടമുള്ളവർക്ക് അതും വാങ്ങിച്ച് കഴിക്കാം. പിന്നെ അടുത്ത നല്ലൊരു സ്നാക്ക് ടൈപ്പ് എന്ന് പറയുന്നത് രാജ് കച്ചോരി എന്ന് പറയുന്ന സംഭവം ഉണ്ട്, അത് നല്ല ടേസ്റ്റാണ്. ചായ ഈ രീതിയിൽ കുട്ടി കപ്പിലും കിട്ടും, മാഗി ഇങ്ങനെ വാങ്ങിക്കാനും കിട്ടും. അത് ഇവിടെ കുറേ സ്ഥലങ്ങളിൽ കിട്ടും, അതിനൊരു പ്രത്യേക വൈബാ. പിന്നെ അടുത്തൊരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻസിനെ പോലെ ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻസിന് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊരു കറക്റ്റ് കൺസെപ്റ്റ് ഇല്ല കേട്ടോ. കാരണം നമുക്കാണ് കറക്റ്റ് ആയിട്ടുള്ള ഇഡലി, ദോശ, ഉപ്മാവ്, പുട്ട്, അങ്ങനെയുള്ള കുറേ ഇടിയപ്പം എന്തൊക്കെ ഐറ്റംസ് അല്ലേ. ഇവിടെ അങ്ങനെ ഒരു ഐറ്റം ഇല്ല. ഇവിടെ മെയിൻലി പറാട്ടയാണ്. പറാട്ട പലതരത്തിൽ, ആലു പറാട്ട, ആലു മൂലി, ഓരോ രീതിയിൽ അവരുടെ രീതിയിൽ കഴിക്കും. അതല്ലെങ്കിൽ അവർ കഴിക്കുന്ന വെച്ചാൽ ജസ്റ്റ് ബ്രെഡ് ടോസ്റ്റ്, മാഗി. പിന്നെ പോഹ എന്നൊരു സാധനമുണ്ട്, നമ്മുടെ അവിലില്ലേ, അവിൽ കൊണ്ട് അവിലുപ്മാവ് പോലെ ഉണ്ടാക്കി കഴിക്കും. നമ്മുടെ ഉപ്മാവ് പോലെ കപ്പലണ്ടി അതൊക്കെ പൊട്ടിച്ചിട്ട് അവൽ കൊണ്ട് ഉണ്ടാക്കി കഴിക്കാം. അതൊരു ഹെൽത്തി ഓപ്ഷൻ ആട്ടോ. അപ്പം നിങ്ങളിവിടെ വരുവാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണെങ്കിൽ പൂരി ഒന്നും രാവിലെ വാങ്ങിച്ച് കഴിക്കാതിരിക്കുക, ചിലപ്പോൾ വയറിന് പ്രശ്നം വരും. ഭട്ടൂര, പൂരി അങ്ങനെയൊക്കെ ഒത്തിരി കിട്ടും കേട്ടോ. നമ്മൾ ഈ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമ്പോൾ മാക്സിമം അതങ്ങ് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. കാരണം ഇവിടെ കടുകെണ്ണ ആദ്യമായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വയറിന് പ്രശ്നം വരും, അതൊന്ന് വയറ് പിടിച്ച് വരണം. ഇപ്പം നമ്മൾ പൂരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക രാവിലെ തന്നെ. ഈ പോഹ കുഴപ്പമില്ല കേട്ടോ, കാരണം അവലല്ലേ, നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ച് കഴിക്കാം. പിന്നെ പറാട്ട എനിക്കറിയില്ല ഓരോരുത്തരുടെ പിടിക്കുമോ ഇല്ലയോ എന്ന്. അതും ഈ പറയുന്ന പോലെ തന്നെ നെയ്യ്, ദസിഗി എന്ന് പറഞ്ഞ ഇവിടെ ഒരു സംഭവം, നെയ്യിലാണെങ്കിൽ ഓക്കെ, പക്ഷേ എണ്ണ ഉപയോഗിക്കുന്ന ചില കടകളും ഉണ്ട്, അപ്പോൾ അതാണെങ്കിൽ കുറച്ച് പണി കിട്ടും. അപ്പോൾ പറാട്ടയ്ക്കും പണി കിട്ടും. മെയിൻലി പോഹ നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിച്ച് കഴിക്കാം. പിന്നെ മാഗി, ബ്രെഡ് ടോസ്റ്റ്, അത് ഇത് സാൻഡ്വിച്ച് എന്നൊക്കെ പറഞ്ഞു വരും. മെയിൻലി ഞാൻ പറയുന്നത് വെച്ചാൽ പോഹ വാങ്ങിച്ച് കഴിക്കുക. അത് നമുക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് അറിയത്തില്ലെങ്കിലും വിശപ്പിന് നമുക്ക് പ്രോബയോട്ടിക് ആണ് അവലെന്ന് പറയുന്നത്, അപ്പം അതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഇവിടുത്തെ ബെസ്റ്റ് 2 റെസ്റ്റോറൻറ്റ്സിനെ ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ. ഒന്ന് ഹൽദിറാംസ് ആണ്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ചോലെ ഭട്ടൂരെ കിട്ടും. അത് നമുക്ക് കുറച്ച് എന്താ പറയുക, വിശ്വസിച്ച് വാങ്ങിച്ച് കഴിക്കാം കേട്ടോ. ഇവിടെയൊക്കെ കുറച്ച് വൃത്തിയും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. എണ്ണയും എനിക്ക് തോന്നുന്നില്ല കടുകെണ്ണയാണെന്ന്, നോർമലി ഒരുപാട് ഇച്ചിരി ബ്രാൻഡഡ് ആയതുകൊണ്ട് നല്ലതായിരിക്കും. പിന്നെ സാൻഡ്വിച്ചസ് കിട്ടും, നിവർത്തിയില്ലെങ്കിൽ നമുക്ക് അതൊക്കെ വാങ്ങിച്ച് കഴിക്കാം. പിന്നെ അവരുടെ ചിപ്സും സ്നാക്സും ഒക്കെ അവിടെ കിട്ടും. അതുപോലെ ഒരു റെസ്റ്റോറൻ്റ് ആണ് ബിക്കാനേർ വാല. ഇത് സൂക്ഷിച്ച് കയറണം, കാരണം ഇതിന്റെ കുറേ അപരന്മാരുണ്ട്. അതായത് ഡ്യൂപ്ലിക്കേറ്റ് സംഭവങ്ങളുണ്ടല്ലോ, ഫ്രാഞ്ചൈസി പോലൊക്കെ തുടങ്ങുന്നത്, അത് അത്ര നല്ലതായിരിക്കത്തില്ല. അതിന്റെ ഒറിജിനലിൽ തന്നെ കയറാൻ നോക്കുക. അവിടെയും ഇത് ഈ രീതിയിൽ നമുക്ക് നല്ല ചായ, അതായത് കുല്ലഡ് ചായ എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ കുഞ്ഞിക്കപ്പിലല്ലേ, ഈ രീതിയിൽ നമുക്ക് ഇങ്ങനെ നമ്മുടെ മൺചട്ടിയിലെ പോലത്തെ ഇങ്ങനെ കുല്ലഡ് ചായയും ബിസ്ക്കറ്റും ഒക്കെ അങ്ങനെ അവിടെ കിട്ടും. പൂരി ഇവിടുത്തെ മെയിൻ ഒരു സംഭവമാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 2 സ്ഥലത്തു നിന്നാണ് സേഫായിട്ട് വാങ്ങിച്ച് കഴിക്കാൻ പറ്റുക. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അത്ര സേഫ് അല്ല. പിന്നെ ഇവിടെ അടുത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കച്ചോരി ആട്ടോ. ഇത് സിമ്പിൾ കച്ചോരിയാണ്. ഇതിനകത്ത് നമ്മുടെ ഉഴുന്നുപരിപ്പൊക്കെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന, അതിൻ്റെ കൂടെ ആലു എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ അത് വെച്ചൊരു കറി ലൂസ് പോലെ, അത് അതിൻ്റെ ഒരു കോമ്പിനേഷൻ. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് കം സ്നാക്ക് എന്ന് പറയാം. നമ്മളിവിടെ നിന്ന് ഹോട്ടൽസിലൊക്കെ സ്റ്റേ ചെയ്യുമ്പോൾ ഉള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ടൈപ്പ് ഞാൻ കാണിച്ചു തരാം. കടലക്കറിയാണിത്, മുട്ട പുഴുങ്ങിയത് കാണും, ആലു മട്ടർ ജസ്റ്റ് ഒരു സബ്ജി പോലെ. പിന്നെ പൂരി, പറാട്ട, ചീല എന്നൊരു സംഭവം കാണും, കടലമാവ് കൊണ്ടാണ്. അത് ചിലപ്പോൾ വയറിന് പിടിക്കത്തില്ല കേട്ടോ, ഒന്ന് സൂക്ഷിക്കുക. പിന്നെ പൊട്ടറ്റോ വെജസ് പോലെ ഒരു കോണ്ടിനെന്റൽ സ്റ്റൈൽ എന്തെങ്കിലും കാണും. ഇഡ്ലിയും ചട്നിയും സാമ്പാറും ഒക്കെ കാണും, പക്ഷെ സാമ്പാർ ഒട്ടും നമുക്ക് പിടിക്കുകയില്ല. ഇഡ്ലി അത്ര സുഖം കാണത്തില്ല. ദോശ പിന്നെയും കുഴപ്പമില്ല. പോഹ അത് വൺ ഓഫ് ദ ബെസ്റ്റ്, ഞാൻ പറഞ്ഞല്ലോ അവലുകൊണ്ട്. പിന്നെ മോരിൽ ഒരു ജ്യൂസ്, ചായ, കാപ്പി അതൊക്കെ നമുക്ക് ആവശ്യത്തിന് കഴിക്കാം, അത് ബുദ്ധിമുട്ട് വരത്തില്ല കേട്ടോ. പിന്നെ സമൂസ എന്ന് പറയുന്നത് ഇവരുടെ ഒരു മെയിൻ സ്നാക്കാണ്. അതും എവിടെ ചെന്നാലും കിട്ടും, അവരവരുടെ റിസ്കിനനുസരിച്ച് വാങ്ങിച്ച് കഴിക്കാം. പിന്നെ അതുപോലെ തന്നെയാണ് പാവ് ഭാജി എന്ന് പറയുന്നത് നമ്മുടെ ബന്നായിരിക്കും. അത് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്ത് എല്ലാ പച്ചക്കറിയും ഉരുളക്കിഴങ്ങൊക്കെ മാഷ് ചെയ്ത് ഒരു സബ്ജി എന്ന് ഇവിടെ പറയും. പാവ് ബാജി ഇവരുടെ ബാജി. പിന്നെ ഉള്ളിയൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് നാരങ്ങയൊക്കെ ആയിട്ട് തരും. പിന്നെ ധോക്ല എന്നൊരു സംഭവം, ഇതും കടലമാവാണ്. നമ്മൾ ഇഡ്ഡലി പോലെ പുഴുങ്ങി എടുക്കുന്നതാണെങ്കിലും നമുക്ക്
അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. ഇവരുടെ സാമ്പാർ ഇതുവരെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സംഭവമാണ്. ഇവിടെ വന്നിട്ട് എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ ടേസ്റ്റേ അല്ല. ചട്നി ഇവിടെ ചിലപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയിരിക്കും, അത് അത്ര സുഖം കാണത്തില്ല. തേങ്ങയാണെങ്കിൽ ഓക്കെ. ഈ കാണിക്കുന്നത് ദഹി ബല്ല, അത് നല്ല കേട്ടോ. ദഹി വട എന്ന് പറയുന്നത്. ഈ കാണിക്കുന്നത് പാപ്പടി ചാട്ട്, ചാട്ടുകളും കുഴപ്പമില്ലായിരിക്കും. പിന്നെ ഫ്രൈഡ് ഐറ്റംസ് ആയിട്ട് പക്കോഡാസ് എന്ന് പറയും, പാലക്കൊക്കെ വെച്ചതും, പിന്നെ ബോണ്ട നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ അകത്ത് വെച്ചതും. എണ്ണയാണ് എന്നുള്ളതാണ് മെയിൻ റിസ്ക്. അപ്പൊ പക്കോട, ബോണ്ട, സമൂസ ഇതൊക്കെ ഇവരുടെ ഒരു സ്നാക്സ് ഐറ്റം. ഇതൊക്കെ കൂടെ ഒരു പച്ചച്ചട്നിയും കാണും. ഈ കാണിക്കുന്ന നമ്മുടെ ദോക്ലയുടെ കൂടെ കിട്ടുന്ന ഇവിടെ കടി എന്ന് പറഞ്ഞ സംഭവമാണ്. കടലമാവും തൈരും കൂടെ ഒക്കെ മിക്സ് ചെയ്ത് നമ്മുടെ പുളിശ്ശേരിയുടെ വേറെ, പക്ഷെ ഒരു ടേസ്റ്റും ഇല്ല, നമുക്ക് അത്ര അങ്ങോട്ട് പിടിക്കില്ല അത്. പിന്നെ മിന്റ് ചട്നി, ഒരു പുളിച്ചട്നി, അതായത് ഇംലി ചട്നി എന്ന് പറയും, കൂടെ ടൊമാറ്റോ സോസ് ഒക്കെ മിക്സ് ചെയ്ത് ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ കൂട്ടി കഴിക്കാം. ഈ കടി ചോറിൻ്റെ കൂടെ അവർ തരും കേട്ടോ. കടി ചാവലും ഫേമസ് ആണ്, ഇതിപ്പോ ദോക്ലയുടെ കാണിച്ച. പിന്നെ ഇതുപോലെ സ്നാക്സ് ഒരുപാട് കിട്ടും. നമ്മുടെ ഹൽദിറാംസ് ബിക്കാനേർ വാല, അവർക്ക് ഇതുപോലെ സ്വീറ്റ്സും സ്നാക്സ് ഒക്കെ ഉണ്ട് അവിടെ. പിന്നെ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ആണ് ഞാൻ പറഞ്ഞത്, അവിടെ നിന്നും നമുക്ക് ഫുഡ് വിശ്വസിച്ച് വാങ്ങിച്ച് കഴിക്കാം. പിന്നെ അടുത്ത സ്നാക്സ് ഞാൻ പറഞ്ഞല്ലോ, ചാട്ടുകൾ, ഒരുപാട് ചാട്ടുകൾ ഇവിടെ കിട്ടും. കടലയൊക്കെ ഇട്ട് അത് പുഴുങ്ങിയൊക്കെ അല്ലേ, അത് വലിയ കുഴപ്പം വരത്തില്ല. പിന്നെ ഹരാബര കബാബ് എന്ന് പറഞ്ഞ വെജിറ്റേറിയൻ കബാബ്സും നമ്മുടെ കട്ട്ലറ്റ് പോലെ ഇരിക്കുമെങ്കിൽ അത്ര ടേസ്റ്റ് ഒന്നുമില്ല. പിന്നെ അതിൻ്റെ കൂടെയുള്ള ചട്നികളും, ഇതൊക്കെ ചാട്ടുകളാണ്, ഓരോരോ ചാട്ടുകൾ. ഇത് ആലു ബോണ്ടയാ, ഇതൊക്കെ ടേസ്റ്റ് ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ചാട്ടിന് എണ്ണയും പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ ഈ ഫ്രൈഡ് ഐറ്റംസിന് എണ്ണയാണ് ചെറിയൊരു പ്രശ്നം. അപ്പൊ ആദ്യം വരുന്നവർക്ക് ഈ കടുകെണ്ണയാണെങ്കിൽ നമുക്ക് പ്രശ്നം വരും. ഇനി അടുത്തത് ഞാൻ ഇവിടെ മസ്റ്റ് ട്രൈ കുറച്ച് സാധനങ്ങൾ കാണിക്കാം. ഡയറി അമൂൽ കേക്ക് മാജിക് എന്ന് പറഞ്ഞ്, അമൂൽ ഇവിടെ ഒരു ഭയങ്കര സംഭവം തന്നെയാണ്. ഗുജറാത്തിലെ അവരുടെ നമ്മുടെ മിൽമ പോലത്തെ ഒരു സംഭവമാണെങ്കിലും അമൂലിന്റെ നമ്മുടെ നാട്ടിലും കിട്ടുമല്ലോ പ്രോഡക്ട്സ്, അമൂൽ ഫേമസ് ആണ്. അപ്പൊ അവരുടെ കേക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുമെന്ന് അറിയത്തില്ല, ഇത് കിഡിലൻ ടേസ്റ്റ് ആണ്. ഇവിടെ വന്നാൽ പിള്ളേർക്കൊക്കെ ധൈര്യമായിട്ട് വാങ്ങിച്ചു കൊടുത്തോ, കിഡിലൻ ടേസ്റ്റ്. അതെ, നാക്കിലിട്ട് അലഞ്ഞു പോകും. നമ്മുടെ നാട്ടിലും ഇത് അവൈലബിൾ ആയിട്ടുണ്ട്, ആണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ. ഞാൻ സ്ഥിരം വാങ്ങിച്ച് കഴിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ ഇവിടെ ഹരീഷ് എന്ന് പറഞ്ഞൊരു ബേക്കറി ഉണ്ട് കേട്ടോ, അത് ഗുഡ്ഗാവിലാണ്. അത് അവർക്കും ഇതുപോലെ തന്നെ കുറേ സ്നാക്സും, നമ്മുടെ ഹൽദിറാംസ് ബിക്കാനേർ വാലയൊക്കെ പോലെ ഒരു സ്വീറ്റ് ഷോപ്പും കം റെസ്റ്റോറൻ്റ് ഒക്കെ ടൈപ്പാണ്. അവരുടെയും സംഭവങ്ങൾ നല്ലതാണ്. അപ്പോൾ അവരുടെ കിട്ടുവാണെങ്കിൽ ഇതുപോലത്തെ ആട്ട ബിസ്ക്കറ്റും പല രീതിയിലുള്ള കുക്കീസ് കിട്ടും. നമ്മൾ ചായ വാങ്ങിച്ചിട്ട് നമുക്ക് ഒട്ടും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ ആയാലും കഴിക്കാം. അവരുടെ ചോക്കോ വാനില കേക്ക് ഉണ്ട്. ഞാൻ പറയല്ല, ഹൽദിറാംസിനും ബിക്കാനേർ വാലയ്ക്കൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ഹരീഷ് എന്ന് പറയുന്ന ഒരു സംഭവം നല്ലതാണ്. ഡയറി പ്രൊഡക്ട്സിന്റെ പറയുവാണെങ്കിൽ അമൂല്, അതുപോലെ തന്നെ മദർ ഡയറി ഡൽഹി ഗവൺമെന്റിന്റെ നമ്മുടെ മിൽമ പോലത്തെ ഒരു സംഭവമാണ്. അവരുടെയും നമുക്ക് വിശ്വസിച്ച് പിള്ളേർക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാം, ഐസ്ക്രീം അതും ഇതും ഒക്കെ. അതേ മദർ ഡയറിയുടെ ബഫല്ലോ മിൽക്ക് ഒക്കെ ഇവിടെ ഭയങ്കര ഫേമസ് ആട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ അല്ല, ഇവിടെ ബഫല്ലോ മിൽക്കിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. അവരുടെ ഫുൾ ക്രീമും ടോണ്ടും ഒക്കെ കിട്ടും. അമൂലും മദർ ഡയറിയും ഏത് പ്രൊഡക്ട്സ് ആണെങ്കിലും നിങ്ങൾ പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുത്തോളൂ, ഒരു പ്രശ്നവും ഇല്ല. നമുക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതേ മദർ ഡയറിയുടെ ഈ ബഫല്ലോ മിൽക്ക് ഞാൻ പറയുമ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാണ്. ഏറ്റവും മിൽക്ക് എന്ന് എഴുതിയേക്കുന്നുണ്ട്, ഇതിനകത്ത് നിറച്ചും നെയ്യാണ്. ബഫല്ലോ മിൽക്ക് എന്ന് പറയുന്നത് നെയ്യാണല്ലോ. ഇത് നമ്മൾ പാല് മാറ്റിയിട്ട് ബാക്കി ആ നെയ്യ് ഫ്രീസറിലോട്ടൊന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ നേരത്തെ കാണിച്ച പോലെ ആ ഫ്ലേക്സ് കണ്ടോ, ഇത് ശരിക്കും ഫ്രഷ് ക്രീമാണ്. നമ്മൾ ഭക്ഷണം ധൈര്യമായിട്ട് ആഡ് ചെയ്യുക, എത്ര സൂപ്പറാ. പിന്നെ ഹരിയാന ഗവൺമെന്റിന്റെ സംഭവം പറയുകയാണെങ്കിൽ ഇതേ വീറ്റ എന്നാണ്, നമ്മുടെ മിൽമ പോലെ ഹരിയാന ഗവൺമെന്റിന്റെ വീറ്റയാണ്. അത് അത്ര ഫേമസ് അല്ലെങ്കിൽ അത് അവൈലബിൾ ആണെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിച്ചു കൊടുത്തോളൂ, വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ ഡയറി പ്രോഡക്ട്സിന്റെ കഴിഞ്ഞു. ഇനി ഞാൻ കാണിക്കുന്നത് പിള്ളേർക്ക് മിഠായി കാര്യങ്ങളൊക്കെ വാങ്ങണേ. ഹൗസ് ഓഫ് ക്യാൻഡി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലും കാണുമായിരിക്കും, കൊച്ചിയിലൊക്കെ, എനിക്ക് അത്ര ഉറപ്പില്ല. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടും കേട്ടോ. ഗുഡ്ഗാവ്, ഡൽഹി, നമ്മൾ നോർത്ത് ഇന്ത്യ വരുമ്പോൾ ഹൗസ് ഓഫ് ക്യാൻഡി കാണും, ധൈര്യമായിട്ട് വാങ്ങിച്ചു കൊടുത്തോളൂ. കിടിലം സ്വീറ്റ്സ് ആണ്, കളറൊന്നും വലിയ പ്രശ്നമൊന്നും വരത്തില്ല. കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും, എങ്കിലും അത്രയ്ക്ക് പിള്ളേർക്ക് മിഠായി വേണം എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സ്വീറ്റ്സ് ആയിരിക്കും നല്ല. അല്ലാതുള്ള ക്യാൻഡികളൊക്കെ അവോയ്ഡ് ചെയ്യുക, അത്ര നല്ലതായിരിക്കത്തില്ല. അവർ കളറൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഹൗസ് ഓഫ് ക്യാൻഡിയുടെ നല്ല നമുക്ക് വില നോക്കിയിട്ട് ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ. അവിടെ ചെന്നിട്ട് ഇതുപോലെ കണ്ണാടിപ്പെട്ടികളിലിരിക്കും, വാങ്ങിച്ചു കൊടുക്കാം. പിന്നെ റൈസ് ഐറ്റംസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ കാശ്മീരിൽ പോവുകയാണെങ്കിൽ ധൈര്യമായിട്ട് ഏത് റൈസ് ഐറ്റംസും വാങ്ങിച്ച് കഴിക്കും. കാരണം അവരുടെ മെയിൻ നമ്മുടെ കേരളം സൗത്ത് ഇന്ത്യനെ പോലെ റൈസ് ഐറ്റംസ് കിട്ടും. അത് മെയിൻലി പുലാവ്, ബിരിയാണി അങ്ങനെയൊക്കെയാണ്. അത് ധൈര്യമായിട്ട് വാങ്ങിച്ച് കഴിക്കാം. വേറെ ഏത് സ്ഥലത്ത് പോയാലും നിങ്ങളുടെ റിസ്കിൽ മാത്രം നിങ്ങൾ വാങ്ങിച്ച് കഴിക്കുക. കാരണം റൈസ്, ബിരിയാണി ആയാലും പുലാവ് ആയാലും വേറെ എങ്ങും അത്ര സുഖം കാണത്തില്ല. പക്ഷേ കാശ്മീരിൽ ഗ്യാരണ്ടിയാണ്. അവരുടെ വസുവാൻ താലി എന്ന് പറയുന്നതേ റൈസ് കണ്ടന്റും കാര്യങ്ങളും. അവരുടെ ഒരു ബ്രെഡ് ഉണ്ട്, അത് വേറൊരു രീതിയായിരിക്കും. നമ്മുടെ തന്തൂരി റൊട്ടിയൊക്കെ ഉണ്ടെങ്കിലും ഒരു ഫ്ലാറ്റ് ബ്രെഡ് ടൈപ്പ് അവർക്ക് കാണും. ഇത് മട്ടൺ ആണ് കേട്ടോ, ഫുള്ള് മട്ടൺ ആണ് ഈ വസുവാൻ താലിയിൽ കൂടുതലുള്ളത്. മട്ടന്റെ പല രീതിയിൽ ചതച്ചതും അരച്ചതും. ഈ
ടൈപ്പിലൊരു ബ്രെഡും കാര്യങ്ങളും ഇതൊക്കെയാണ് അവരുടെ വസുവാൻ താലി. ഇപ്പൊ കാശ്മീരിൽ പോകുന്നവർക്ക് ധൈര്യപൂർവ്വം ഈ സംഭവം വാങ്ങിച്ച് കഴിക്കാം. അത്ര ഫേമസ് ആണ് അവിടെ, അത്ര ടേസ്റ്റിയുമാണ് അവിടുത്തെ ഫുഡ്. ബാക്കി നോർത്ത് ഇന്ത്യ എവിടെ ചെന്നാലും റൈസ് ഐറ്റംസിന് ഞാൻ ഗ്യാരണ്ടി ഇല്ല. പ്രത്യേകിച്ച് ബിരിയാണിയുടെ ഒക്കെ മസാലയെ വേറൊരു രീതിയാണ്. റൊട്ടിയുടെ കൂടെ കഴിക്കാൻ ഈ പറഞ്ഞ കറികളല്ലാതെ ഡ്രൈ ആയിട്ടുള്ള സംഭവങ്ങൾ കിട്ടും കേട്ടോ. ഉരുളക്കിഴങ്ങ് ചേർത്തതും നമ്മുടെ കോളിഫ്ലവറും അതും ഇതും ഒക്കെ കിട്ടും. അത് ധൈര്യമായിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് വാങ്ങിച്ച് കഴിക്കാം. വെണ്ടയ്ക്കയുടെ അത് ഇതൊക്കെ സീസണലായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇത് ദമ്മാലുവോ കാശ്മീരി ദമ്മാലുവോ. കാശ്മീരിലെ ദമ്മാലു വേറെ ടേസ്റ്റ് ആണ്. നോർത്ത് ഇന്ത്യയിൽ ദമ്മാലു കിട്ടും. അത് വേറൊരു രീതിയായിരിക്കും. തൈരൊക്കെ ചേർത്താണ് നമ്മുടെ കാശ്മീരീസ് ഉണ്ടാക്കുന്നത്. പിന്നെ നോൺ വെജ് കഴിക്കുന്നവർക്ക് മുട്ടക്കറി കിട്ടും കേട്ടോ. ബ്രെഡ് ഓംലെറ്റും കിട്ടും. മുട്ടക്കറി ഇവരുടെ രീതിയിൽ അതും വലിയ കുഴപ്പം കാണത്തില്ല. റൈസൊക്കെ വേണമെങ്കിൽ അത്യാവശ്യത്തിന് അതും വാങ്ങിച്ച് കഴിക്കാം. പിന്നെ തൈരൊക്കെ കൂടെ ഇച്ചിരി അങ്ങ് വാങ്ങിച്ച് കഴിച്ചാൽ ഞാൻ പറഞ്ഞ നല്ല ഡയറീസ് നോക്കി. പിന്നെ ഫുഡ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ചോയ്സ് ആണ്. നമുക്ക് അവിടെ നിന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ മഷ്റൂമൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ അല്ല. മഷ്റൂമൊക്കെ നമുക്ക് കുറച്ച് സേഫായിട്ട് വാങ്ങിച്ച് കഴിക്കാം. കാരണം ഒരുപാട് പേര് വെജിറ്റേറിയൻസ് ഒക്കെ കൂടുതലുള്ളതുകൊണ്ട് അത് നല്ലതായിട്ട് മൂവിങ് ഉള്ള സംഭവമാണ്. പനീർ, ദാല് ഇതൊക്കെ നമുക്ക് ശരിക്കും സേഫായിട്ട് വാങ്ങിച്ച് കഴിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. ചോറ് ഐറ്റംസ് ചിലപ്പോൾ നമുക്ക് വയറിന് പിടിച്ചില്ല എന്ന് വരും ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ. അപ്പോൾ അത് മാക്സിമം ഒന്ന് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നന്നായിട്ട് അവരൊന്നും അത് കുക്ക് ചെയ്യത്തില്ല, നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ റൊട്ടി, തന്തൂരി റൊട്ടി, തന്തൂറിൽ ഉണ്ടാക്കിയ സംഭവമാണ് ശരിക്കും നല്ലത് കേട്ടോ. തവേനെക്കാട്ടിയും തന്തൂരാകുമ്പം നമുക്ക് പെട്ടെന്ന് തേക്കുകയും ചെയ്യും. നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നും വരത്തുമില്ല. കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ അവർ നെയ്യോ ആയിരിക്കും തേക്കുന്നത്, എണ്ണയൊന്നും ആയിരിക്കത്തില്ല അതാവുമ്പോൾ. പിന്നെ പാവ് ഭാജി ഉണ്ട്. പാവ് ഭാജി ഈ പറയുന്ന പോലെ തന്നെ ചിലപ്പം എണ്ണയിലൊക്കെ ആയിരിക്കും, എങ്കിലും ബന്നാണല്ലോ, അതിൻ്റെ കൂടെ വെജിറ്റബിളൊക്കെ മാഷ് ചെയ്ത് ഒരു സംഭവമായിരിക്കും. അപ്പോൾ അതും നമുക്ക് കഴിക്കാൻ പറ്റും കുഴപ്പമില്ലാതെ. ഒരു സ്നാക്ക് ഐറ്റം ആയിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നു. എൻ്റെ വ്ളോഗുകൾ താഴെ ഇങ്ങനെ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇവിടെ കഴിക്കാൻ പറ്റുന്ന ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കണേ പറയണേ. ഞാൻ വിചാരിച്ചാൽ എന്തായാലും ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ആവട്ടെ വെച്ചിട്ട് കേട്ടോ ഇന്ന് വീഡിയോ ഇട്ടേക്കുന്നത്. അപ്പോൾ പിന്നെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഈ രീതിയിലുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.